വെൽക്കം ബാക്ക് ടു സ്പോർട്സ് പി ടൈം. അങ്ങനെ വലിയൊരു അട്ടിമറി സംഭവിച്ചിരിക്കുകയാണ് 2023 ഏഷ്യ കപ്പില്. അതായത് ജപ്പാൻ വേഴ്സസ് ഇറാഖ് മത്സരത്തിൽ ജപ്പാനെതിരെ ഇറാഖിന് 2-1 വലിയൊരു അട്ടിമറി വിജയം. നമുക്കറിയാം, കഴിഞ്ഞ 2019 AFC ഏഷ്യ കപ്പില് ഈ പറയുന്ന പോലെ വലിയൊരു അട്ടിമറി വിജയങ്ങളോ അതല്ലെങ്കിൽ ഒരു കുഞ്ഞൻ രാജ്യങ്ങളുടെ ഒരു മികച്ച പ്രകടനങ്ങളോ ഒന്നും തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഈ ഒരു AFC ഏഷ്യ കപ്പില് കാര്യങ്ങൾ നേരെ തിരിച്ചാണ്. അതായത് ചെറിയ രാജ്യങ്ങൾ, റാങ്കിങ്ങിൽ പിറകോട്ട് നിൽക്കുന്ന രാജ്യങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ ഇറാഖിനെ സംബന്ധിച്ചിടത്തോളം ഇറാഖ് എന്ന് പറയുന്നത് ഫിഫ റാങ്കിങ്ങിൽ 62ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം 17 റാങ്കിലുള്ള ജപ്പാനെ പരാജയപ്പെടുത്തുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടമാണ്. സോ ഈ ഒരു വിജയത്തോടു കൂടെ ഇറാഖ് അടുത്ത റൗണ്ട് ഓഫ് 16 കടന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. സോ ഇനിയിപ്പോ കളിയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ നമുക്കൊരു ആ കളി തുടങ്ങിയ സമയത്ത് ഫസ്റ്റ് 5 മിനിറ്റിൽ ഇറാഖി താരങ്ങളുടെ ഒരു വലിയ പ്രസ്സിംഗ് ആയിരുന്നു ജപ്പാൻ ഗോൾ മുഖത്ത് കണ്ടത്. അതുകൊണ്ട് തന്നെ ഇറാഖിന് ആദ്യത്തെ ഒരു 1-2 നല്ലൊരു ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് 4ാമത്തെ മിനിറ്റിൽ ഒരു ലെഫ്റ്റ് സൈഡിൽ നിന്ന് വന്ന ഒരു ക്രോസ് ജപ്പാൻ ഗോൾ കീപ്പർ അത് ബ്ലോക്ക് ചെയ്യെങ്കിലും പക്ഷെ ഒരു റിട്ടേൺ വന്നു. അത് ഇറാഖി താരം ഐമൻ ഹുസൈൻ അത് ഹെഡ് ചെയ്ത് ഗോളാക്കി. അങ്ങനെ 1-0 എന്ന് പറയുന്ന ഒരു ലീഡിലോട്ട് അവർ വരികയും അതിനുശേഷം പിന്നീട് ജപ്പാൻ താരങ്ങൾ ഒന്ന് സമ്മർദ്ദത്തിലായി എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. പക്ഷെ ജപ്പാന്റെ ഭാഗത്ത് നിന്ന് നല്ല അറ്റാക്കിങ്ങുകളും അതുപോലെ തന്നെ ഒരുപാട് നല്ല പ്രസ്സിങ്ങുകളും ഒക്കെ കണ്ടു. പക്ഷെ ഇറാഖി ഡിഫൻസ് അതിനെ തന്ത്രപൂർവ്വം അതിനെ തടയിടുകയായിരുന്നു എന്നുള്ളതാണ് പിന്നീട് നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ ഷോർട്ട് ഓൺ ടാർഗറ്റുകൾ ഇറാഖിന്റെ ഗോൾ മുഖത്ത് അല്ലെ പോസ്റ്റിലോട്ട് അവർക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ജപ്പാന് ഫസ്റ്റ് ഹാഫില് പ്രശ്നങ്ങളായിട്ട് കണ്ടത്. ആ ഒരു ഫസ്റ്റ് ഹാഫ് അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ആ ഒരു 45-ാം മിനിറ്റിന് ശേഷം കിട്ടിയ എക്സ്ട്രാ മിനിറ്റിൽ വീണ്ടും ഇറാഖിന്റെ ഐമൻ ഹസൻ ഒരു 2ാമത്തെ ഗോളും നേടി. അങ്ങനെ ഫസ്റ്റ് ഹാഫ് അവസാനിക്കുന്നതിന് മുമ്പായിട്ട് 2 ഗോളിന്റെ ലീഡ് ഇറാഖ് നേടി. സോ സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോൾ നമുക്കറിയാം, ആ ഒരു ബോൾ പൊസിഷൻ എന്ന് പറയുന്നത് ജപ്പാന്റെ ഭാഗത്തായിരുന്നു ഏറ്റവും കൂടുതൽ. പക്ഷേ ജപ്പാൻ ഈ പറയുന്ന പോലെ ഒരുപാട് പ്രസ്സിങ്ങും അറ്റാക്കിങ്ങും ഒക്കെ നടത്തിയെങ്കിലും ഈ ഒരു ഇറാഖി ഡിഫൻസിനെ അവിടെ ബ്രേക്ക് ചെയ്യാനോ അതല്ലെങ്കിൽ വീണ്ടും ഷോർട്ട് ഓൺ ടാർഗറ്റുകൾ കണ്ടെത്താനോ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഗോൾ അടിക്കാനും കഴിഞ്ഞില്ല എന്നുള്ളതാണ്. പക്ഷെ സെക്കൻഡ് ഹാഫിന്റെ ആ ഒരു എക്സ്ട്രാ മിനിറ്റിലോട്ട് കടന്നപ്പോൾ ആ ഒരു 8 മിനിറ്റാണ് റഫറി എക്സ്ട്രാ മിനിറ്റ് അനുവദിച്ചത്. ആ ഒരു 8ാം മിനിറ്റിൽ അവര് ഒരു ഗോൾ നേടുകയും അവരുടെ ക്യാപ്റ്റൻ എൻഡോയിന്റെ ഒരു ഗോളായിരുന്നു അത്. നമുക്കറിയാം, എൻഡോ എന്ന് പറയുന്ന താരം അദ്ദേഹം ലിവർപൂളിന് വേണ്ടി കളിക്കുന്ന ഒരു താരമാണ്. സോ അദ്ദേഹത്തിന്റെ ഒരു ഗോളോട് കൂടെ 2-1 വന്നെങ്കിലും പിന്നീട് കിട്ടിയ ഒരു 5 മിനിറ്റിൽ അവർക്ക് ഗോളൊന്നും നേടാൻ കഴിയില്ല. അങ്ങനെ 2-1 പരാജയം ജപ്പാൻ ഇറാഖിനെതിരെ ഏറ്റുവാങ്ങിയിരിക്കുന്നു. ഇത് നമുക്കറിയാം, ജപ്പാനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തിരിച്ചടിയാണ്. കാരണം 2022 വേൾഡ് കപ്പിന് ശേഷം അവർ 13 ഇന്റർനാഷണൽ മാച്ചുകൾ കളിച്ചിട്ടുണ്ട്. ഈ 13 ഇന്റർനാഷണൽ മാച്ചുകളിൽ ഒരു മത്സരം മാത്രമാണ് ജപ്പാൻ പരാജയപ്പെട്ടത്. അതായത് കൊളംബിയക്കെതിരെയാണ് അവർ പരാജയപ്പെട്ടത്. അന്ന് 2-1 ഒരു തോൽവി കൊളംബിയക്കെതിരെ. പക്ഷെ അതിനുശേഷം ഒരു മത്സരത്തിലും ജപ്പാൻ പരാജയപ്പെട്ടിട്ടില്ല. എന്നാൽ ഈ ഒരു പരാജയത്തോടു കൂടെ അതിന് ഒരു അന്ത്യം സംഭവിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഈ ജപ്പാന്റെ ഒരു ഹെഡ് ടു ഹെഡ് നോക്കുകയാണെങ്കിൽ ജപ്പാൻ വേഴ്സസ് ഇറാഖ് 1982 ഇറാഖ് അവസാനമായിട്ട് ജപ്പാനെതിരെ വിജയിക്കുന്നത്. അതൊരു ഏഷ്യൻ ഗെയിംസിലാണ്. അതിനുശേഷം പിന്നെ 1993 ഒരു മത്സരം കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഡ്രോ ആയി. അതിനുശേഷം പിന്നീട് 2016 വരെയുള്ള കളികൾ എടുത്തു നോക്കുമ്പോൾ ഈ 7 കളികളാണ് ജപ്പാനും ഇറാഖും ഏറ്റുമുട്ടിയത്. ഈ 7 കളികളിൽ 7 കളികളും ഇറാഖ് പരാജയപ്പെട്ടു എന്നുള്ളതാണ്. അതിനുശേഷം പിന്നീട് 2019 ഒരു ഫ്രണ്ട്ലി കളിച്ചു ഇറാഖും ജപ്പാനും. പക്ഷെ ആ കളിയും ഡ്രോ ആയി. അതിനുശേഷം ഇപ്പോഴാണ് ഇറാഖ് ജപ്പാനെതിരെ ഈ ഒരു AFC ഏഷ്യ കപ്പിൽ കളിക്കുന്നത്. പക്ഷെ ഈ ഒരു വിജയം, ഈ ഒരു അട്ടിമറി വിജയം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നേട്ടമായി. 1982 ശേഷമാണ് ഇറാഖ് ജപ്പാനെതിരെ കളിക്കുന്നത്. നമുക്കറിയാം, ജപ്പാൻ എന്ന് പറയുന്ന രാജ്യം അവർ ഫിഫ റാങ്കിങ്ങിൽ 17 എന്നുള്ളത് മാത്രമല്ല,
വേൾഡിൽ ഇപ്പോൾ യൂറോപ്പിലാണെങ്കിലും യൂറോപ്പുള്ള രാജ്യങ്ങളാണെങ്കിലും അതുപോലെ തന്നെ സൗത്ത് അമേരിക്കയിലുള്ള രാജ്യങ്ങളോടും ഒക്കെ വളരെയധികം നന്നായി ഫുട്ബോൾ കളിച്ച് നല്ല ക്വാളിറ്റി ഫുട്ബോൾ കളിക്കുന്ന അതല്ലെങ്കിൽ അവരെല്ലാം പരാജയപ്പെടുത്താൻ കഴിവുള്ള ഏഷ്യയിലെ ഒരു ഏക ടീം എന്ന് പറയുന്നത് അത് ജപ്പാൻ മാത്രമാണ്. പക്ഷേ ആ ഒരു ടീമിനെതിരെ ഇറാഖ് എന്ന് പറയുന്ന രാജ്യം നമുക്കറിയാം, നമ്മുടെ ഇന്ത്യ കിങ്സ് കപ്പിൽ ഇറാഖിനെതിരെ കളിച്ചതാണ്. അന്ന് 2-2 എന്നുള്ള ഒരു സ്കോർ വന്നു. പിന്നീട് അത് പെനാൽറ്റി ഷൂട്ടൗട്ടിലോട്ട് പോയി നമ്മൾ പെനാൽറ്റിയിൽ പരാജയപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. സോ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിജയം വലിയ നേട്ടമാണ്. നമുക്കറിയാം, പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാലോ, അന്ന് ഇന്ത്യ കളിച്ചത് ഇന്ത്യയുടെ കൂടെ നമ്മുടെ എല്ലാ 4 താരങ്ങളും ഉണ്ടായിരുന്നു. അതായത് ആഷിഖ്, അൻവർ അലി, സഹല്, അതുപോലെ തന്നെ ജേക്സൺ, ഇവരെല്ലാം ഉണ്ടായത് കൊണ്ടാണ് ആ ഒരു ഫസ്റ്റ് ലെവൽ കളിക്കുന്ന താരങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് നമുക്ക് അന്ന് 2-2 ഒരു സ്കോർ ഒരു ഡ്രോ വന്നതിന് ശേഷം പിന്നീട് നമ്മൾ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ പരാജയപ്പെട്ടത്. സോ ഇപ്പോൾ AFC ഏഷ്യ കപ്പിൽ നമ്മുടെ ടീമിന്റെ കൂടെ ഈ താരങ്ങളൊന്നും ഇല്ല എന്നുള്ളത് കൂടെ ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. എന്താണെങ്കിലും ഈ ഒരു വലിയ അട്ടിമറി വിജയത്തോടു കൂടെ കുന്നൻ രാജ്യങ്ങളും ഈ ഒരു AFC ഏഷ്യ കപ്പിൽ മികച്ച പ്രകടനങ്ങൾ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ നമുക്കറിയാം, റൗണ്ട് ഓഫ് 16 6 ഗ്രൂപ്പുകളിൽ നിന്നുള്ള 3rd പൊസിഷനിൽ വരുന്ന മികച്ച 4 ടീമുകൾ അടുത്ത റൗണ്ട് ഓഫ് 16 കിടക്കും. സോ റൗണ്ട് ഓഫ് 16 ഈ പറയുന്ന പോലെ വലിയ അട്ടിമറികൾക്ക് ചാൻസ് ഉണ്ട്. അത് തീർച്ചയായിട്ടും വലിയ അട്ടിമറികൾ സംഭവിക്കട്ടെ. കുന്നൻ രാജ്യങ്ങളും മികച്ച പ്രകടനം കാഴ്ചവെച്ച് വലിയ നേട്ടങ്ങൾ നേടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വരുന്നതാണ്. ടിൽ ദെൻ, ഗുഡ് ബൈ.